അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ ആരാധിക്കാം യേശുവിനെ ക്രൂശിലെ ജയാളിനെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവല്ലോ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പൗരോഹിത്യം 39 വർഷം പൂർത്തിയാകുകയാണ്. 23-ാം തീയതി ആണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അപ്പോൾ ഈ 1985. അപ്പോൾ ഈ 85 ഡിസംബർ 23 മുതൽ ഇന്ന് 2024 ഡിസംബർ വരെ ഉള്ള ഈ ദൈവ അനുഭവത്തിലെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ദൈവാനുഭവം ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. മതപണ്ഡിതന്മാരും അക്കാഡമിഷ്യൻസുമാണ് ഇതിനെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാക്കി കളഞ്ഞത്. അവരന്വേഷിച്ച മേഖലയിലാണെങ്കിൽ പക്ഷേ പലപ്പോഴും ദൈവം ടാൻജിബിളുമല്ല. ക്രിസ്തുവിൻ്റെ പിതാവ് വളരെ ടാൻജിബിളാണ്, തൊടാൻ പറ്റും നമുക്ക്. അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവവും അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തൊടാൻ പറ്റിയ ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മളാണ് അതിനെ പഠന സബ്ജക്റ്റാക്കി മാറ്റി അതിനെ വസ്തുവാക്കി മാറ്റി. പഠിക്കുമ്പോൾ ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്യും. കാര്യം നമുക്ക് പഠിക്കുന്ന ഓബ്ജക്റ്റാണല്ല, പക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസനത്തിൽ പ്രാധാന്യം. എന്താ കാര്യം? ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ് ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ്. സാക്ഷ്യം പല രീതിയിൽ വരും. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യം വരണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നോക്കി, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ. അപ്പോൾ എന്തെല്ലാം 3 തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യനാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1. അതാണ് അപ്പോസ്തലിക് സഭ, അപ്പോസ്തലിക് പാരമ്പര്യം. അതാണ് കൃപാസനം ഫോളോ ചെയ്യണത്. എപ്പോഴും അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിക്ക് ഒരു ചെറിയൊരു ന്യൂനത ഉള്ളത്, അതിൻ്റെ മരിയൻ പെർസ്പെക്റ്റീവ് വേണ്ട വിധത്തിൽ അവർക്ക് അപ്പോസ്തലന്മാർക്ക് അനുഭവവേദ്യമായില്ല. അതുകൊണ്ട് അപ്പോസ്തല നടപടികളിലൊന്നും മരിയനെ പ്രതിഫലിക്കണില്ല. അതിൻ്റെ പോരായ്മയായി നമുക്ക് വരണത് ട്രഡീഷൻ ഒരു വെളിപാടാണ്. സഭയുടെ ആസ്പദങ്ങളിൽ ഒന്നാണ്
കർത്താവിൻ്റെ വചനവും പിന്നെ എന്താണ് സഭയുടെ പാരമ്പര്യവും. സഭയുടെ പാരമ്പര്യ വെളിപാടിൻ്റെ ഭാഗം തന്നെയാണ്. സഭയുടെ പാരമ്പര്യത്തിലൂടെയാണ് അപ്പോസ്തല സ്പിരിച്വാലിറ്റിക്ക്, അപ്പോസ്തലിക കാലത്തെ സ്പിരിച്വാലിറ്റിക്ക് നഷ്ടപ്പെട്ട അനുഭവേദ്യമല്ലാതിരുന്ന മരിയൻ ആത്മീയത വരുന്നത് പാരമ്പര്യത്തിലാണ് വരുന്നത്. 2000 വർഷത്തെ പാരമ്പര്യവും സഭയുടെ പ്രതിസന്ധികളിലും കാലാകാലങ്ങളിലെ സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാതികൂല്യങ്ങളിലെ പരിശുദ്ധ അമ്മ അതിലിടപെട്ട രീതികളും ഒക്കെ എല്ലാം കൂടി സഭ ഒരു മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ലിറ്റർജിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന രൂപമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഇക്കാലങ്ങളിലെ ഇനി നാളെ കാലങ്ങളിൽ ദൈവം വേറെ കാര്യങ്ങൾ ചെയ്യും. ഓരോ കാലത്തിന് പറ്റിയ രീതിയിലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായിട്ട് തന്നെയാണ് മറിയത്തിലൂടെയും വെളിപാടുകൾ നൽകുന്നത്. ഇപ്പം ഞാനിപ്പോഴേ ഇവിടെ വരികയും ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചൊക്കെയാണ് വന്നത്. എന്നെ വിട്ടപ്പോഴേ കർത്താവ് എന്നെ തുടങ്ങാൻ ആവശ്യപ്പെടുന്ന ഇത് വെച്ചാണ്. എന്താണ് വചനം നൽകിയത്? ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴേ ഇവിടെ ഓൺ ദി സ്പോട്ടിൽ വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് ആലോചന ചെയ്തപ്പോഴേ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്. 8:13 ലൂക്ക 8:13 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ. ലൂക്ക 8:13 പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അതായത് വചനത്തിൽ വരുന്നൊരു വിഷയം, ഒരു വർത്തമാനകാല സന്തോഷം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ കുറഞ്ഞു വരും. കർത്താവ് വർത്തമാനകാല ആധ്യാത്മിക അനുഭവങ്ങളെ അത്ര കണ്ട് വില മതിക്കണില്ല. വർത്തമാനകാലം ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പെട്ടെന്ന് വന്ന് ഒരു അനുഭവങ്ങൾ കിട്ടി, അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷേ അടുത്ത കൊല്ലം ഡിസംബറിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് ഇപ്പം അറിയാം. പിടിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ചെയ്യുക, സാക്ഷ്യം പറയാൻ പറ്റുന്നവരൊക്കെ എന്ത് ആഘോഷമായിട്ടാണ് വരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചിലർ പറയും, അമ്മ എന്താ ചിരിക്കാത്തത്, അമ്മ എന്താ സീരിയസ് ആയിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും ചിലർ. പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണാൻ മാതാവിൻ്റെ മുഖത്താണ് നോക്കുന്നത്. അതൊരു കോമൺ ഫെയ്ത്താണ്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. പുണ്യാളൻ പ്രസാദിച്ചിട്ടുണ്ട്, പുണ്യാളൻ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കും. പക്ഷെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് പ്രകാശിപ്പിക്കും. അതിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതാണ് അവൻ്റെ വെളിപാട് മാർഗം അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും. സിമ്പിളാണത്. അത് ദൈവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അത് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അവർ മനസ്സിലാക്കുന്നത് പുണ്യാളൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്. ആ മാതാവ് പുഞ്ചിരിച്ചിട്ടുണ്ട്, അപ്പോൾ കാര്യം നടക്കും. അത് സിമ്പിളാണത്. അപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാകും, ഇവളുടെ അടുത്ത് ഈ വചനം എൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി വെളിപ്പെടുത്തി കൊടുക്കും ദൈവം. വെളിപാടുകൾ എല്ലാവരും IAS എല്ലാവരും റോമിൽ പോയി പഠിച്ചവരും അല്ല. കാര്യം 99% സാധാരണ മനുഷ്യരാണ്. ആധ്യാത്മികതയിൽ സാക്ഷരത ഒത്തിരി വേണ്ടവരാണ്. അവരുടെ ആധ്യാത്മിക നിലവാരത്തെ അവഗണിച്ചുകൊണ്ട് വലിയ പാണ്ഡിത്യം അഭിനയിച്ചിട്ട് ഔന്നത്യം ആർജിച്ച കാര്യമില്ല. കാര്യം എല്ലാവരും പഠിക്കണതും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ പഠനപരമായിട്ടും അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, അവർക്ക് അറിയത്തില്ല. അപ്പോഴെന്താ വിഷയമെന്ന് പറയണത്, ആ ജനങ്ങളിലേക്ക് ദൈവത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? ഇപ്പം എന്നെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മക്കളെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കേൾക്കണില്ല, തമ്പായിച്ച വന്നെന്ന് പറയും.
അപ്പോൾ അതാരുടെ ഭാഷയാണ്? കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അമ്പായി എന്ന് പറഞ്ഞു കൊടുക്കും. അമ്പായി അല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേർ പറയത്തില്ല, അറിയത്തില്ലല്ലോ അവർക്ക്. പക്ഷെ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവ തിരുസ്വരൂപം കാണുമ്പോൾ പറയും അമ്പായി, അമ്പായി ഈശോ എന്ന് പറയും. അപ്പോൾ അമ്പോ എന്നൊക്കെ വിളിപ്പിക്കും. അമ്പോ എന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതാ കുഞ്ഞുങ്ങളുടെ ഭാഷയിലേക്ക് അമ്മ ഇറങ്ങി വന്നെ കണ്ടില്ലേ? എന്ത് രസകരമായിട്ട് ഇറങ്ങി വന്ന്. അല്ല ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുക? മനസ്സിലാകത്തില്ല. ദൈവപുത്രൻ എന്നാണ്, മനുഷ്യപുത്രൻ എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? അമ്പായി ഈശോ. അത് വളരെ സിമ്പിളാണ്. അത് പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണിത്. പബ്ലിക് എഡ്യൂക്കേഷൻ ആ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാക്കണം. ആരായാലും ശരി, സുവിശേഷം കൈകാര്യം ചെയ്യുന്നവർ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ, അത് അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ അണമുറിയാതെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതാണ്. സാക്ഷ്യം എന്താണ്? അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറ്റു പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം വരും കിട്ടും. ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്ത് വീഴുന്ന, അതാണ് നിൻ്റെ ഭൂമി. നിൻ്റെ ഭൂമി അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു, അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തിയായി, ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ മരണം വരെ ആരായിരിക്കും? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പം നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വചനം ഞാൻ വീണ്ടും നോക്കുകയായിരുന്നു. അത് 8:13 എന്താണ്? പാറയിൽ വീണ വിത്ത്. വചനം വിതക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. ചിലത് പാറയിലാണ് വീഴുന്നത്. പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും, പ്രത്യാശയാകും. പക്ഷേ എന്താ പറ്റണത്? വേരില്ലെന്ന്. അതാണ് പ്രശ്നം. വേരില്ലാത്തത് കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വചനമല്ല, വചനവും വേരുമാണ് പ്രധാനപ്പെട്ട കാര്യം. വചനം മാത്രം പോരാ, വേരുണ്ടാകണം. ഉടമ്പടി ശ്രദ്ധിക്കുന്നത് വേരുകൾ കൂടുതൽ മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെന്നാ ചെയ്യണത്? അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും. തടിയെ ചിലയിടത്തത് ഉപദ്രവം ചെയ്യും, ചിലക്കത് ഗുണം ചെയ്യും. ആ മണ്ണ് ശരിക്കും നല്ല ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിലിടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതി പുതിയ വേരുകൾ ഇറക്കും. തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും. മണ്ണില്ലെങ്കിൽ ആ വേരും പുറ്റുമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ. എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത്? ഒന്ന്, നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അലക്സച്ചൻ പറയായിരുന്നു,
ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറും, സഹായം കൊടുക്കുന്നത്, എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വചനം നിലനിൽക്കാഞ്ഞതിൻ്റെ കാരണം എന്താ? വേരുകളില്ലാതിരുന്നത് കാരണം. അതല്ലേ, അങ്ങനെയല്ല എഴുതിയിരിക്കണത്. എന്താ എഴുതിയിരിക്കണത്? അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല. എങ്കിലും അവർക്ക് വേരുകളില്ല. വേരുകൾ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. വേരില്ലെങ്കിൽ വീണു പോകും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയാണ്. പുതിയ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ. നിങ്ങൾക്ക് പുതിയ വേരുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അതെല്ലാം പുതിയ വേരുകളാണ്, ഇല്ലേ? ചിലർ, ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും, സാക്ഷ്യങ്ങൾ. അതൊരു പുതിയ, അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരിറങ്ങും. ഉടമ്പടിയിൽ ദൈവത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ വേര് പാകുകയാണ്. വേര് പാകാൻ വേണ്ടി പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ടേക്ക് ദ സ്റ്റെപ്പ് ഫോർവേഡ്, വേര് പാകുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്നേഹത്തിൽ വേര് പാകാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എഫേസ്യൻസ് ലേഖനം 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത്. നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന് വായിച്ചേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വേരുകളില്ലാത്തതിനാൽ ഉണങ്ങിപ്പോകുന്നു എന്നാണ് 8:13 പറയുന്നത്, അല്ലേ? അവർ ചിലർ പെട്ടെന്ന് വിശ്വസിക്കും, പക്ഷെ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. ഇപ്പോൾ എന്താ പൗലോസപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ പറയണത്? ഇത് ലൂക്കാൻ്റെ സുവിശേഷമാണ്. പൗലോസപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം, അല്ലേ? എഫേസ്യസ് 3:17 ഒന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം. അപ്പൊ അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വീണു പോകും. അതുകൊണ്ട് വീണു പോകണമെന്നാണ് പറയണത്. വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു. വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അടി ഉറക്കണം. അടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വേരുപാകണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തിലെ വേരുപാകയിലാണ് നമ്മൾ എവിടെ നടക്കുന്നത്? നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉടമ്പടി ജീവിതം. സ്നേഹത്തെ വേരുപാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. അത് തന്നെയാണ്, കാരുണ്യ പ്രവൃത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ വിശ്വാസ കൈമാറ്റം. കാര്യം ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഇവിടെ കാരുണ്യ വർഷമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഏത് വർഷമാണെന്ന് ഞാൻ മറന്നുപോയി. കരുണയുടെ വർഷം. അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഏറ്റവും വലിയ കരുണയെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ്, അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചരക്കുകൾ കൈമാറുന്നതല്ല. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാശിയോട് കാണിക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കുന്നതോ അതിൻ്റെ പേരിൽ വേറെ ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്നും പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതോ അല്ല. അത് സെക്കൻഡറിയാണ്, നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ്.
അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത്. എന്താ വെച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റ് രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാർ നമ്മൾ ഒരു ഏഴാം കൂലിയായിട്ട് കാണത്തുള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് മറ്റ് രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം പോലെ വരും. അതിപ്പോൾ ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് സാമ്പത്തികം കിട്ടുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാ സംശയം? കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുക മാത്രമല്ല അതിനുള്ള മനസ്സുണ്ടെന്ന്. കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു 50 കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തേനേക്കാൾ കൂടി. അത് വലിയ സത്യമായൊരു കാര്യമാണത്. കാര്യം ഞാൻ ആ ഫീൽഡിൽ എത്രയോ വർഷങ്ങളുടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ 109 ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഒരു സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും. ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല. മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനെയും സെക്രട്ടറിയെയും വെച്ചിട്ട് ഞങ്ങളത് പൂള് ചെയ്യാമെന്നുള്ള സംഭവം അത് ആദിമസഭയിൽ നിലനിന്നിരുന്ന സംവിധാനമാണ്. പക്ഷേ അപ്പോഴെന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു, സുവിശേഷം ആകുക, സുവിശേഷമേകുക എന്ന ആ ഒരു തിയറിയിൽ സുവിശേഷ കൈമാറ്റത്തിന് വ്യക്തികൾ എക്വിപ്ഡാകണം. അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവതില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയുന്ന കാര്യം അതാണ്. ചുമ്മാ പ്രത്യക്ഷ പ്രാർത്ഥനയും ചെല്ലി ഇരുട്ടുമൂലൊക്കെ ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യണ കാര്യമാണ്, അല്ലാതെ ചൊല്ലണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചെയ്യണം എന്തിനു വേണ്ടിയാണ്? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യൻസിൻ്റെ 3:17 വായിച്ചത്, നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറക്കണം. ഉടമ്പടിയിലുള്ള ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം. ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊരു വസ്ത്രം മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനല്ല പ്രാധാന്യം, ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം. ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും. അപ്പോൾ ആർക്കാണ്? നിങ്ങൾക്കാണ് പ്രാധാന്യം. ആരാണ് സ്നേഹിക്കണത്? നിങ്ങളെയാണ് സ്നേഹിക്കണത്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവസ്നേഹത്തിലാണ് വേര് പാകേണ്ടത്. അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ 90 ദിവസം കഴിഞ്ഞാലും ഞാൻ വീണു പോകാതെ അതേ അരുവിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞേ. കർത്താവേ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കക്കാലം കഴിഞ്ഞാലും ഞാൻ
ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹത്താൽ നിറഞ്ഞ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടനടി പരിഹാരമേകുന്നു, ഉടമ്പടി പ്രാർത്ഥന, ഉടനടി പരിഹാരമേകുന്നു, അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായിത്തീരും. അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായിത്തീരും. ഈ വീഴ്ച സംഭവിക്കണ എപ്പോഴാണെന്നാണ് പറഞ്ഞത്. അതായത് 8:13 വായിച്ച് 8:13. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് എന്ന് പറഞ്ഞ എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അപ്പൊ ഇവിടുത്തെ വില്ലൻ ആരാണ്? പ്രലോഭനമാണ്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രലോഭനം. ഇപ്പൊ നിങ്ങൾ ഉടമ്പടി എടുത്തു, നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പൊ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ പ്രലോഭനം വരാൻ പോണത് എങ്ങനെയാണ്? അതിൻ്റെ പ്രലോഭനം അതിൽ തന്നെയാണ് ആ പ്രലോഭനം വരണത്. വെച്ചാൽ ഉടമ്പടി എടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും. അപ്പോൾ അത് പ്രലോഭനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒരുടമ്പടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി പിടിച്ചുകൊണ്ട് പോയി കാറേ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണാനെപ്പോലെ ഇരിക്കും. 2 തിരി പോയല്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത്. ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം. ഇതിനാണ് പ്രലോഭനം. അപ്പോൾ അവർ നമ്മളുണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണം. കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം, വീഴ്ചയുടെ 90% നമ്മുടെ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിപാടിന് ഭജനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ ചെയ്യണത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ്? പ്രലോഭനമാണ്. അതാ സംഭവം. പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെപ്പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട്? ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം തന്നെന്ന് വരും. പ്രലോഭിപ്പിക്കണ ദൈവത്തിൻ്റെ പരിപാടി അല്ലെന്ന് പറയാനും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അഭിനിവാര്യമായൊരു ഘടകമാണ്. വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനിവാര്യ ഘടകമാണ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ ഇസ് ദ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ്. അതെന്തിൻ്റെയാണ്? ഈ വളർച്ചയുടെ ഒരു ഘടകമാണത്. ട്രാൻസിഷൻ, ഒരു പരിവർത്തനം. മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവസ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം. ക്രിസ്തുവിനെപ്പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ചവിടെ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പിശാചിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ഇപ്പോൾ പിശാച് ആണ് യേശുവിനെ പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും. അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ്.
പരിശുദ്ധാത്മാവ് തന്നെയല്ല ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത്. ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശാചാണ് വരണത്, ഇല്ലേ? ജോബിൻ്റെ അടുത്ത് പിശാച് വരുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അപ്പോൾ ഉടനെ ദൈവത്തോട് പിശാച് പറയും, ദൈവം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അവൻ ഇന്ന് വരെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, അവൻ നീതിമാനാണെന്നല്ലേ. അതിൻ്റെ കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ? വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ? അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടി. അവൻ്റെ മക്കൾക്കാർക്കും ഒരു കുഴപ്പമില്ല, അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല, അവൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നീ ആ വേലി ഒന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും. അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞ ഞാൻ കാണിക്കാം. അവൻ്റെ മക്കളുടെ ഞാൻ കൈ കൊണ്ട് അവർ പിടത്തല്ലേ ഇടിപെട്ട് കയറ്റി മരിക്കും. അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ വേലി പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആരെയാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത്? പിശാചല്ല, ദൈവമല്ലേ? അതാ സംഭവം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തും പിശാച് വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയാണ്. അല്ലാതെ എൻ്റെ ഒരു സ്വകാര്യമായ ആലോചന ഇപ്പം കിട്ടിയേ പറയണമല്ല, ഞാൻ പഠിച്ചു വെച്ച് പറയണമല്ല ഇത്. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രലോഭനം വരുമ്പോൾ അതിൻ്റെ കാരണം മുഴുവൻ നമ്മളാണെന്ന് പറയരുത്. ദൈവം തന്നെ നമ്മൾക്ക് അപ്ഗ്രേഡ്, ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ തരും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ വളർച്ചയാണല്ലോ അത് മുമ്പേ. കാര്യം ആധ്യാത്മിക ജീവിതം വളർച്ചയാണ്. ദൈവ പൈതലാണ് നമ്മളെങ്കിൽ പൈതൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. ദൈവപൈതലാണ് നമ്മൾ. അപ്പോൾ ദൈവപൈതലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകും, അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. വളർച്ച ഉണ്ടാകണം മുഴുവനും ഈ ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും, ചിലപ്പോൾ ദൈവം കരുതിക്കൂട്ടി നമുക്ക് തരും. അപ്പോൾ കരുതിക്കൂട്ടി തരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ്. പരിശുദ്ധാത്മാവാണ് ഇത് വിവേചിക്കുന്നത്. പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയും. ഇപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുവേ, അതായത് ഈ രണ്ട് യാക്കോബിനെയും യോഹന്നാനെയും സമറിയായിലൂടെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തുവല്ലേ പറഞ്ഞു വിട്ടത്. ജെറുസലേമിലേക്ക് പോവുകയാണ്, വഴിയൊരുക്കണം, വീടൊരുക്കണം, രാത്രി താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തു, ഈശോ തന്നെ പറഞ്ഞു വിട്ടത്. അവർ കൊടുവാളും വടിവാളുമായിട്ട് ഇവന്മാരുടെ പെടലി വെട്ടാൻ വേണ്ടി ഇരിക്കണം എന്നറിയാവുന്നത് ആർക്കാണ്? ക്രിസ്തുവിനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വടിവാളിൻ്റെ താഴേക്ക് ഇവരെ പറഞ്ഞു വിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം? ഇവന്മാരിപ്പോഴും ശിഷ്യന്മാരായിട്ടില്ല. അതാണ് പ്രശ്നം. ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ അഭ്യാസം കാണിച്ച് വിഷം കെട്ടി നടക്കണതല്ലാതെ ദേ ആർ നോട്ട് ആക്ച്വൽ ഡിസൈപ്പിൾസ്. അവർക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ട്. എത്രയോ പ്രാവശ്യം ഈശോ പറഞ്ഞാണ്. ഇതിനെ കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വടിവാളും കൊണ്ടല്ല നടക്കേണ്ടത്, മറിച്ച് കുരിശ് എടുക്കണമെന്ന് പറയും. ഇത് പറയണതിന് മുമ്പാണ് ഈശോ ആദ്യം ഈ വടിവാള് ഉപയോഗിക്കേണ്ട സാഹചര്യം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് സമറിയായിലോട്ട് ചെല്ലുമ്പോൾ സമറിയ ഇവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോണ്? അപ്പോൾ പറയും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയാണ് അവർ പറയണത്. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ, കടലിന് മീതെ നടന്ന് അപ്പം വർദ്ധിപ്പിച്ച, ഇന്ന് ലോകത്ത് കേൾവിയുള്ള ഏറ്റവും വലിയ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ സമരക്കാർ അന്ന് ഇവിടെ വില പോകത്തില്ല, ഇതിൻ്റെ പാട് തിരക്കാൻ പറയും. ഇവിടെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഗെറിസിമിൽ ആരാധിക്കണം, അല്ല ജെറുസലേമിൽ ആരാധനയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങളുടെ അംഗീകാരമുള്ള ആരാധന ഗെറിസിം മലയിലാണ് ഉള്ളത്. ഗെറിസിം മലയിൽ ആരാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് പറ്റത്തില്ല എന്ന് പറയുന്നത് ഇവർ അത് വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. അപ്പോൾ പറയും, അങ്ങനെ പോകണമെങ്കിൽ കൈകാര്യം പറ്റുമെന്ന് അവർ പറയും. അപ്പോഴിവർക്ക് പറഞ്ഞിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി തീയും ഗന്ധകം ഇറങ്ങി ഇവർ നശിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ഈശോക്ക് മനസ്സിലാകും, ഈ ആൾക്കാരെ നശിപ്പിക്കാനുള്ള അരൂപി ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഈ നശിപ്പിക്കാനുള്ള അരൂപി, ആൾക്കാരുടെ വെറുപ്പ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പറഞ്ഞ മനസ്സിലായ? ഉടമ്പടി ദൈവം ബയലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? ഉടമ്പടി ദൈവം വിശുദ്ധനായ നീ എൻ്റെ മുമ്പാകെ നടക്കണമെന്നല്ലേ ഉടമ്പടി. എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത്? 17:1 നീ എൻ്റെ ഉൽപ്പത്തി പുസ്തകം
നീ എൻ്റെ മുമ്പാകെ നടക്കണം. എന്താണ്? വിശുദ്ധനായിരിക്കുക. അപ്പോൾ ഉടമ്പടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം വിശുദ്ധനായതുകൊണ്ടാണ്. ഇവരുടെ ഉള്ളിൽ വൈരാഗ്യം, വിദ്വേഷവും, ചതിയും, അഹങ്കാരവും, മുൻകോപവും ഉള്ളത് കൊണ്ട് അത് ഇവരെ കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ഇവർക്കൊരു പ്രലോഭനം കൊടുക്കുകയാണ്. എന്താ കൊടുക്കണത്? ആ സമറിയായവരുടെ വിടുകയാണ്. ഈശോക്കറിയാം അവിടെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന്. ആ വടിവാളിൻ്റെ നേരെ ഇവരെ വിടുകയാണ്. അപ്പോൾ അവർ വെട്ടുമെന്ന് പറയുമ്പോൾ പറയും ഇവർ തിരിച്ചു വരും. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയയെപ്പോലെ, ഏലിയാണല്ലോ അഗ്നി ഇറക്കിയ ആളെ, അപ്പോൾ ആ ഏലിയയെപ്പോലെ ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, അതിന് അധികാരം തരാൻ പറയും. എന്നുവെച്ചാൽ അവരെ കൊല്ലാനുള്ള അധികാരം ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്ത് അരൂപിയാണുള്ളത്? കൊല്ലണ അരൂപി എന്താണ്? നശിപ്പിക്കണ അരൂപി എന്താ? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ? ആ അരൂപിയാണ് കക്ഷികൾക്കുള്ളത്. അത് കർത്താവിനറിയാം. ഇവർ ഉടമ്പടി ജീവിക്കണേ, പക്ഷേ കൈയിരിപ്പ് മോശമാണ്. യോഹന്നാൻ 10:10 എന്താ പറയണത്? 10:10 അരൂപി എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. അപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ആളുടെ അരൂപി എന്താണ്? സാത്താന്യമായ അരൂപിയാണ് ഇവർക്കുള്ളത്. ഇവരെയും വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഈശോ പച്ച മലയാളത്തിൽ പറഞ്ഞത്. ഇനി ഈ യാക്കോബിനെയും യോഹന്നാനെയും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണ്? ഈ കക്ഷികൾക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം. ഇപ്പം നിങ്ങൾക്കിട്ട് കൊണ്ടപ്പോഴല്ലേ നിങ്ങൾ അവരെ തന്തക്ക് വിളിച്ചത്? അതല്ലേ സ്വയം എന്ന് പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം. അവിടെയാണ് ക്ഷമ വരണത്. ക്ഷമ. പിന്നെന്താണ്? ദയ, നന്മ, വിശ്വസ്തത. വിശ്വസ്തത ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് വിശ്വസ്തത. എന്തെല്ലാം പുലിവാലുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാത്ത ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ ഭൗതികമായ നേട്ടം കൊയ്യണ കണ്ടാലും നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പാലിക്കും. പിടികിട്ടിയ അവിടെ വിശ്വസ്ത വരണത്. വിശ്വസ്ത വരണ എവിടെയാണ്? അതായത് നമ്മൾക്ക് അതായത് മറ്റുള്ള വ്യക്തികളെ ഉടമ്പടി എടുക്കാത്തവർക്ക് നമ്മൾ പറയുന്ന ഭൗതിക ആനുകൂല്യം, അവിടെ സ്ഥലം വിറ്റുമാറുക, അവർക്ക് ജോലി കിട്ടുക, അവർക്ക് പ്രൊമോഷൻ കിട്ടുക, അവർക്ക് വിസ വരിക, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുകയും നമ്മൾക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നീരസം തോന്നുകയും നമ്മൾ ഉടമ്പടിയിൽ മാന്യം കാണിക്കുകയും വേര് താഴേക്കില്ലാത്ത കൊണ്ട് ചിലപ്പോൾ ഉടമ്പടി വീണു പോവുകയും വിശ്വസ്തത കുറയുകയും ചെയ്യും. ഈ വിശ്വസ്തത പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഴ്ചയും വിശ്വസ്തതയും ഇൻ്റർകണക്റ്റഡാണ്. നമുക്കൊരു നമ്മൾ ഒരു കാര്യത്തിൽ ഉടമ്പടി വീണു പോയാൽ അതിൻ്റെ അർത്ഥം വീഴ്ച വന്നിരിക്കേണ്ട വിശ്വസ്തതയിലാണ്. അതിൽ ഒരു പങ്ക് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വിശ്വസ്തത കുറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ ഉപ്പെന്നും സംഭവമില്ലേ? അതെന്താണ്? സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്നാണ് വിളിക്കണത്. ടേക്ക് ദ ബെഡ്ഫോർഡ് 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായി. നിരാജനം എന്നൊക്കെ പറഞ്ഞ ഉപ്പ് തളിച്ചതെന്നതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് ബൈബിളിൽ കവനൻ്റ് ഓഫ് സാൾട്ട് എന്ന ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് എഴുതിയിരിക്കണത്. ഇവർ തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര കഷ്ടമായിപ്പോയി. തർജ്ജമക്കാർ നമ്മളെ കുറേ പണി തന്നിട്ടുണ്ട് നമുക്ക്. കാര്യം ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഓഫ് ദി കവനൻ്റ്, ഉപ്പിൻ്റെ ഉടമ്പടി എന്നാണ് കിടക്കണത്. വെച്ചാൽ ഉപ്പിട്ട ഉടമ്പടി. കാര്യം ഉടമ്പടി വസ്തുവിൽ ഉപ്പ് തളിക്കണത് സംഖ്യാപുസ്തകം മുതൽ തന്നെ ഉള്ള ഒരു പാരമ്പര്യമാണ്. കാര്യം അന്ന് ഉടമ്പടി ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ് കൈമാറും. അതിൻ്റെ ചരിത്രം അതാണ്. ഉപ്പ് അങ്ങോട്ട് കൈമാറിയിട്ട് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വസ്തത. കവനൻ്റാണ് ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ ഉപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുള്ളെടുത്ത് വായിലിടും, എന്നിട്ട് അത് ഇറക്കും. അതാണ് വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് ഉപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് തന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? വിശ്വസ്തതയുടെ പേരിലാണ്. അത് കവനൻ്റ് ഓഫ് സാൾട്ടാണ് തന്നിരിക്കണത്. അല്ലാതെ ചില കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപ്പ് കൊടുക്കുന്നുണ്ട്. അതല്ല സംഭവം.
ഉടമ്പടിയിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കവനൻ്റ് ഓഫ് സാൾട്ട്. അത് കറക്റ്റായിട്ട് ഈ സംഖ്യ 18-19 അനുസരിച്ചാണ് ഉപ്പ് തന്നിരിക്കുന്നത്. അത് പല പ്രാവശ്യം വെഞ്ചരിക്കും, ഒരു പ്രാവശ്യമല്ല. ഒരു മുറിയിൽ ഇത് വെച്ചിട്ട് എല്ലാ ദിവസവും പോയി അത് വെഞ്ചരിക്കും. അപ്പോൾ ഒരു ചില പദാർത്ഥങ്ങൾക്കൊക്കെ 100 വെഞ്ചരിപ്പൊക്കെ കിട്ടുന്നുണ്ട്. ചിലതിന് തീർന്നു പോയ വസ്തുക്കൾ ചിലപ്പോൾ 2 വെഞ്ചരിപ്പേ കിട്ടുന്നുള്ളതായിരിക്കും. പക്ഷേ ഒത്തിരി വെഞ്ചരിപ്പ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ആ നേർച്ച വസ്തുക്കളെല്ലാം വരണത്. ഒരു 50 വെഞ്ചരിപ്പോ അല്ലെങ്കിൽ 100 വെഞ്ചരിപ്പോ ഒക്കെ കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ. കാര്യം എല്ലാ ദിവസവും ഞാൻ വെഞ്ചരിക്കും അവിടെ പോയി. കാര്യം വെച്ചാൽ ആ നേർച്ച വസ്തുക്കളെ തന്നെയും പിന്നെയും വെഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിനെ എംപവർ ചെയ്ത് അത് എന്താ വെഞ്ചരിക്കണതിൻ്റെ കാര്യം? അതൊരു അനുഷ്ഠാന പ്രക്രിയ അല്ല. ശരിക്കും പറഞ്ഞാൽ വെഞ്ചരിപ്പെന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കർമ്മത്തിൻ്റെ രീതിയിലുള്ള ഒരു വെഞ്ചരിപ്പല്ലത്. മറിച്ച് പവർ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബൈബിൾ ഫോർമുലയാണത്. എന്താണ് അത് പറയുന്ന എനിക്ക് എന്താണ് യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെ എന്താണ് ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അപ്പോൾ റോമ 10:9 അനുസരിച്ചുകൊണ്ടാണ് വെഞ്ചരിപ്പ് ഉണ്ടാകുന്നത്. അല്ല പള്ളികളിൽ പായസം വെഞ്ചരിക്കണ പോലെയും അടിമ വെക്കണ പോലെയും അല്ലത്. അതിനൊരു സിമ്പിൾ ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ രക്ഷാകര ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. രക്ഷയുടെ ഫോർമുല ഇല്ലേ? രക്ഷയുടെ ഫോർമുല എന്താണ്? കൃപയുടെ ഫോർമുലയാണ്. നോട്ട് ബ്ലെസ്സിങ്ങിൻ്റെ ഫോർമുല അല്ല ഉപയോഗിക്കുന്നത്, കൃപയുടെ ഫോർമുലയാണ്. അതെന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. ഈ 2 ഫാക്കൽറ്റിയുടെ കണ്ണുക്കറാൻസ് വെച്ചിട്ടാണ് ഇതിലേക്ക് വെഞ്ചരിക്കും. എന്ത് വരും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്താണ്? ലൂക്കാ 2:30 ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഈ മീഡിയം വെച്ച് നിങ്ങൾ പ്രാപിക്കണം. അതിനാണ് നിങ്ങളെ കൊണ്ട് ഡീകോഡ് ചെയ്യിക്കണത്. നിങ്ങളെ കൊണ്ട് ഡീകോഡ് ചെയ്യിക്കും. ഞങ്ങൾ ഈ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ, പവർ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ആ പവർ അനുഭവവേദ്യമാക്കാൻ നിങ്ങളോട് എന്ത് പറയും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളോട് പറയണത് വിശ്വാസ പ്രമാണം ചെയ്യാനാണ് പറയണത്. പിടിയിട്ടില്ലേ? അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ളവൻ വിശ്വാസ പ്രമാണം മുട്ടെന്ന് കൈ വിരിച്ചു പിടിച്ച് ചെല്ലും. എന്താ കാര്യം? വിശ്വാസ പ്രഖ്യാപനം കൈ വിരിച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത്. കാര്യം ക്രിസ്തു രക്ഷ പ്രഖ്യാപിച്ചത് കൈ വിരിച്ചു പിടിച്ച് കുരിശിൽ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര നടപടിക്രമങ്ങളോട് നമ്മൾ മാനസികമായിട്ട് യോജിച്ചുകൊണ്ടാണ് മുട്ടെന്ന് കൈ വിരിച്ചു പിടിച്ചേക്കണം. അല്ലാതെ കരിസ്മാറ്റിക് ചെയ്യണ പോലെ കൈ ഉയർത്തി പിടിക്കുകയല്ല. അത് തിരുവുദ്ധാനത്തിൻ്റെതാണ്. പരിഹാരം ചെയ്തത് കൈ വിരിച്ചു പിടിച്ചാണ്. രണ്ടിനും ഭയങ്കര വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യങ്ങൾ അതിൻ്റെ കൾട്ടനുസരിച്ച് തന്നെ ചെയ്യണം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള കൾട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം വേണ്ടത് വിശ്വാസവും ദൈവസ്നേഹവുമാണ് വേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഉപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ എന്നെ ഓർക്കണം, ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട്. അല്ലാതെ കൃപാസനം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൊണ്ടുപോയി വല്ലവൻ്റെ വീട്ടിൽ കൊടുക്കും. പല്ല് തേക്കാത്തവൻ്റെ വീട്ടിൽ കൂടെ ഉപ്പ് കൊടുക്കും. അവൻ ജനിച്ചിട്ട് പള്ളിക്കാർ കാണത്തില്ല. നിങ്ങൾക്ക് ബന്ധുക്കളായ സാഹചര്യം. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഉടമ്പടിയിലുള്ള ആളാണത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. വായി നോക്കിക്കണം വല്ല എന്തെങ്കിലും വിചാരിക്കണമെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലത്. ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരായിരിക്കും. പക്ഷേ കാരണം ദൈവത്തിൻ്റെ ആൾക്കാരാകണ്ടേ? നിങ്ങളുടെ ആൾക്കാരായിരിക്കണം കൊണ്ട് വല്ല കാര്യമുണ്ടാ? ദൈവത്തിൻ്റെ ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് രോഗികൾക്കാണ് നിങ്ങളുടെ ഉടമ്പടി തൈര് നിങ്ങൾ നിന്ന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാര്യം നിങ്ങളല്ല ഉടമ്പടിയിലുള്ളത്. പക്ഷേ ഉടമ്പടി നിങ്ങൾ തേച്ചാലും ചില സമയത്ത് ഏക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ഉടമ്പടി കൊണ്ടുവന്ന് ഏതാണ്ട് സംഭവം എഴുതി കെട്ടിത്താത്തണ ഉടമ്പടി എന്ന് പറഞ്ഞുള്ള ചില വിഡ്ഢിവേഷക്കാരില്ലേ, അവർ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ്? നമ്മൾ ഉടമ്പടിയിൽ ഒരു ഉപ്പ് തളിക്കണത്, അല്ലെങ്കിൽ ഒരു ഉടമ്പടി കാശ്രൂപം കൈമാറുന്നതോ, അല്ലെങ്കിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കണതോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷി ആരാ പറഞ്ഞു? ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുണ്ടമ്പേലി സെന്റ് ലൂയിസ് പള്ളി ഇടവകയെന്ന് ഒരു റോസി ഒരു സാക്ഷ്യം പറഞ്ഞു. റോസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. റോസി അവർ 3 മക്കളുണ്ട്. 2 പേർക്ക് 2 കല്യാണം കഴിച്ചു. ഒരാളെ കൂടി പഠിപ്പിക്കണം, കെട്ടിക്കണം, നല്ല ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്ക് പഠിപ്പുണ്ടെങ്കിലും കിട്ടണ ജോലിക്ക് അവൾ പോയി. കുവൈറ്റിൽ പോയി ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി ജോലി കിട്ടി. അങ്ങനെ പോയി.
പക്ഷെ കൊച്ചു നല്ല, കോയിൻ്റെ വീട്ടുകാർ നല്ലതാണ്. ആ കുഞ്ഞും അവളെ ചെന്നതിന് ശേഷം പ്രസവിച്ച ഒരു മലഹ കുഞ്ഞാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൾക്ക് കൊച്ചു നോക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ. കാര്യം ഇവിടെ കുഴപ്പമില്ല, അവിടെ വേറെ വേലക്കാരുണ്ട് ഓൾറെഡി. അവർ ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. ഇവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് വിരട്ടി ഓടിക്കാനാണ് നോക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിരട്ടി ഓടിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യണത് ഇതാണ്. ഒന്ന്, ഇവൾക്ക് കൊച്ചിനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനോ ബാത്റൂമിൽ പോകാനും പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ അവർ വല്ല ഉപദ്രവിക്കും. ഇവളെ കൊച്ച് പുറത്ത് ചാടിച്ചിട്ട് ഈ കൊച്ചിനെ നോക്കാനുള്ള പരിപാടി അവർക്ക് അടിച്ചു മാറ്റണം. അതാണ് ഒരു കാര്യം. തന്നെയല്ല, ഇവളവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലാക്ക് മാസുകാരാണ്. കർത്താവിനെ അപമാനിക്കുന്ന കുറേ പിശാചിൻ്റെ കുർബാന നടത്തുന്ന ആൾക്കാരില്ലേ, അതായത് നരകത്തിന് അവകാശമാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇവരാണ് അവിടെ ആ കുവൈറ്റ് വീടിനെ കൈകാര്യം ചെയ്യണത്. ഇവൾ പ്രാർത്ഥനയും പ്രത്യക്ഷയുടെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ പിശാചിന് വെകിളി പിടിച്ച് പിശാച് പറഞ്ഞ് അവളെ കൊല്ലണം, അവളെ പുറത്താക്കാതെ ഒന്നും ഇനി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാത്രി, ആ ബ്ലാക്ക് മാസുകാർ രാത്രി 12 മണിക്ക് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുമ്പോൾ അതൊന്നും ഒക്കത്തില്ല. കാര്യം ഇവളിനകത്ത് ഇവിടെ നിന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണമാണ്. ഇവിടെ കൈ വെഞ്ചരിച്ച ഉപ്പുണ്ട്, വെഞ്ചരിച്ച കാശുരൂപമുണ്ട്. അതുകൊണ്ട് ചെകുത്താൻ്റെ പണിയൊന്നും അവിടെ നടക്കണില്ല. അവർക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇവളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ ചെയ്ത്തൊന്നും ഏക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവൾ കിടക്കണ സ്ഥലത്ത് കൊണ്ടുപോയി നായ്ക്കറിന പൊടി ആക്കി ഇടും, ചൊറിഞ്ഞിട്ടേ ഓടാൻ വേണ്ടി. എന്തെല്ലാം പരിപാടി കാണിക്കണമെന്നറിയോ? അതുപോലെ തന്നെ ബാത്റൂമിൽ കൊണ്ട് കുപ്പിച്ചില് വെതറും പൊടിച്ച് അവൾ കറി. ഇവക്ക് ഷുഗറുള്ള കാരണം കൈ പൊട്ടിയാൽ പിന്നെ കാല് പൊട്ടിയാൽ പഴുക്കുക, പിന്നെ പൊറുക്കത്തില്ലല്ലേ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കുപ്പിച്ചില് ബാത്റൂമിൽ വെതറും. ഇവൾ കൊച്ചിനെ കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ ഇവർ വന്ന് ഉപദ്രവിക്കുമ്പോൾ കൊച്ചു മരിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് കൊച്ചിനെ ആര് നോക്കുന്നു അവർ കൊലപാതകളായിട്ട് നേരെ ജയിലിൽ പോകും. പിന്നെ വെളിച്ചം കാണത്തില്ല. അപ്പോൾ മനസ്സിലായി അവൾ പെട്ടിരിക്കണമെന്നൊക്കെ മനസ്സിലായി. അപ്പം നിങ്ങൾ ചാടിക്കയറിയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം. ഇത് ഞങ്ങളുടെ നിവർത്തിക്കേട് കൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകാൻ പോണത്, ഇത് വർക്കൗട്ട് ചെയ്യുക, കർത്താവ് എന്ത് പറയണ, അത് നമുക്കറിയാൻ ബാധ്യസ്ഥരാണ് നമ്മളെ. ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണത്? എന്നുവെച്ചാൽ വിധി പോലെ നടക്കണമെന്ന് എൻ്റെ അർത്ഥം അല്ല. നമ്മളെ വിധിയിൽ വിശ്വസിക്കുന്നവരില്ല. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ് നിറവേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിൻ്റെ തിരുമനസ്സാണോ അല്ലയോ, ദൈവ തിരുമനസ്സാണോ അല്ലയോ, അല്ല നിൻ്റെ സമ്മർദ്ദം കൊണ്ട് നീ ചാടിപ്പീണ് കടലിൽ കടക്കാൻ പോണ പോലെ വരരുത്. അപ്പം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംശയമാണ് ദൈവം തോന്നിക്കുന്നത്. ആദ്യം സംശയമില്ലെങ്കിൽ ഓക്കെയാണ്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കണം. സംശയം തോന്നണച്ചാൽ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പം അതിക്ക് മുമ്പ് നിങ്ങളുടെ ഉടമ്പടി ഒന്ന് വെടിപ്പായിരിക്കണം. നിങ്ങൾ ഉടമ്പടി ഇല്ല, ഇപ്പം സംശയം വന്നപ്പോൾ നിങ്ങൾ രോഗികളെയും കണ്ടിട്ടില്ല, വീട്ടിലെല്ലാവരുമായിട്ട് കലഹവുമാണ്, പ്രാർത്ഥനയും ചില സമയത്ത് തോന്നുമ്പോൾ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കേണ്ട ആൾ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛാ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും. അവിടെ നിന്ന് ചീട്ട് കിട്ടിയാലും ഞാൻ ചീട്ട് കീറി ഇവിടെ വെച്ച്. എന്താ കാര്യം? ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത്, ഇവർ ഉടമ്പടിയിലല്ല, ഇവർ ഉടമ്പടിയായിട്ട് നടക്കുകയാണ്. ഉടമ്പടിയുടെ പേപ്പറൊക്കെ കയ്യിരിപ്പുണ്ട്, പക്ഷേ ഹീസ് നോട്ട് ഇൻ എ കവനൻറ്റ്. കാര്യം എന്താണ്? കവനൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ അവർ പാലിച്ചിട്ടില്ല. അതാണ് എൻ്റെ വിഷയം പറയണത്. കവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചാലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ആവിഷ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസ ആവിഷ്കാരങ്ങൾക്ക് ആകപ്പാട് ജനത്തിന് അറിയാവുന്ന പ്രാർത്ഥനയാണ്. ആകപ്പാട് ജനങ്ങളെല്ലാം കുർബാന പോലും ആൾക്കാർ ചോദിക്കും, കുർബാന അച്ഛമ്മോട് ചോദിക്കുമ്പോൾ ബ്രദർ കുർബാന ചൊല്ലിയതാണോ? അല്ല, അച്ഛനായിട്ടില്ലെന്ന് പറയും. അപ്പോഴേ എൻ്റെ അപ്പനൊരു കുർബാന ചൊല്ലിക്കണം. അപ്പോൾ കുർബാന വരെ എന്താണ് ചൊല്ലണ സംഭവമാക്കി മാറ്റി. ആര് മാറ്റിയതാണ്? ഞങ്ങൾ മാറ്റിയതല്ല, നിങ്ങൾ മാറ്റിയതാണ്. കുർബാന ചെല്ലണ സംഭവമല്ല, അത് ഉടമ്പടിയാണ്, അത് ചെയ്യണ സംഭവമാണ്. ഡൂ ദിസ് മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചൊല്ലാനാണോ പറഞ്ഞത്? അല്ലല്ല, ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് കുർബാന ചെല്ലിച്ചോ എന്ന് ചോദിക്കണേ എന്തിനാ?
അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എല്ലാം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുർബാന നമ്മൾ ചെയ്യാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ. എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം പാപത്തിന് പരിഹാരമായിട്ട് ഭാഗിച്ച് വീതിച്ച് വിളമ്പി തന്നു. അത് നമ്മൾ അവൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ അവൻ നമ്മളോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ മുറിച്ച ആൾക്കാർക്ക് കൊടുക്കും. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, അതാണ് നിങ്ങൾ ഉടമ്പടിയോട് ചെയ്യണ കുർബാന. ഉടമ്പടിക്ക് ശേഷം നിങ്ങളെ ആൾക്കാർ സുവിശേഷം അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവർ ആഴപ്പെടുത്തുന്നു. ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ട സമ്പത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ മുറിച്ച് കൊടുക്കുകയാണ്. കുർബാന തുടരുകയാണ്. മാസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. കൾട്ടിക്ക് അതായത് ലിറ്ററേച്ചറിക്കൽ മാസാണ് എൻഡ് ചെയ്യണത്. ബയോളജിക്കൽ മാസ് തുടർന്നു കൊണ്ടേയിരിക്കും. ഫെയ്ത്ത് മാസ് ഫെയ്ത്ത്ഫുള്ള് തുടർന്നു കൊണ്ടേയിരിക്കും. അത് ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് ആ കുർബാന. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ട്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ ഓർമ്മ അസ്തമിക്കുമ്പോൾ ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് കുർബാന നിൽക്കുന്നത്. അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യണത്. കൈയടിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആ കുടുപ്പിലെല്ലാം ഒരു ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. അതാണ് നിങ്ങൾ എഫേസ്യസ് നമ്മൾ വായിച്ചത് 8:17 എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി ആഴപ്പെടുവിൻ. അങ്ങനെ ആഴപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ് പോവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണതും വീഴ്ച വരാതിരിക്കാനുള്ള ഒരു കാരണമാണ്. നിങ്ങളൊരു ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പഠിക്കുക, നല്ലവണ്ണം മാർക്ക് വാങ്ങിക്കുക, മാതാപിതാക്കന്മാരുടെ ആ കുടുംബത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക, പറ്റുന്നവർക്ക് ദൈവത്തിൻ്റെ നാമം അറിയിക്കാൻ വാക്കും പ്രവൃത്തിയും ഉപയോഗിക്കുക. അപ്പോൾ അതെല്ലാം ഒരു ദൈവനിവേശിത പ്രവർത്തനങ്ങളാണിതെല്ലാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ എന്താ പറ്റണത്? നമ്മൾ സ്നേഹത്തിൽ വേര് പാകുകയാണ്. സ്നേഹത്തിൽ വേര് പാകി വേരുകൾ ആഴപ്പെടുകയാണ് ചെയ്യണത്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ പത്രോസ് പറയത്തില്ലേ, സകല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പിടിച്ചു നിൽക്കുവേൻ, അപ്പോൾ നിങ്ങൾ വീണ് പോകത്തില്ല. പത്രോസ് 1:10 ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അതായത് വിളിയും നമുക്ക് വിളിയുണ്ട്. നമ്മൾ വിശ്വാസത്തിലേക്ക് ഉടമ്പടി വഴി നിങ്ങൾ വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് വരണത്. ഈ ഉടമ്പടിയുടെ തിരഞ്ഞെടുപ്പിൽ വിശ്വസ്തത കാണിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നാൽ എന്ത് പറ്റും? നമ്മൾ വീണ് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയെ ഒരു ദൈവവിളിയായി മനസ്സിലാക്കി ഒരു തിരഞ്ഞെടുപ്പായി മനസ്സിലാക്കി അനുഷ്ഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് വീണ് പോകാതിരിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. അപ്പൊ വീണ് പോകാതിരിക്കാൻ എന്താ സംഭവിച്ചാൽ, വീണ് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വീണ് പോകാത്തൊരാളിൻ്റെ പേരിലാണ്, മധ്യസ്ഥത്തിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? സ്വന്തം മകൻ ഒരു കുറവിറച്ചിയായി തലക്ക് മുകളിൽ തൂങ്ങുമ്പോഴും അവൾ വീണ് പോകാതെ നിൽക്കണം എന്നാണ് യോഹന്നാൻ പറയണത്. എന്താണ്? യേശുവിൻ്റെ അമ്മ പറഞ്ഞ്, യേശുവിന്റെ അമ്മ അവന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. എങ്ങനെ നിൽക്കണം? 3 മണിക്കൂർ നിൽക്കാൻ പറ്റുമോ അവിടെ? എന്ത് പരുവക്കേടായിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്? വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാ, കുരിശും ചുവന്നുണ്ട്. ആ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയ യാത്ര, 6 മണിക്ക് ഇറങ്ങിയ യാത്ര ശരിക്കും പറഞ്ഞാൽ ഗാൽവരിയിൽ വരുമ്പോൾ 12 മണിയായി. അപ്പോൾ എന്തൊരു താമസം പിടിച്ച്, എന്തൊരു വെയിൽ. ഒന്നാമത്തെ നിസ്സാം മാസത്തിലെ വെയിൽ. ഞാൻ ആ നിസ്സാം മാസത്തിൽ അവിടെ പോയ ആളാണ്.
43 ഡിഗ്രിയാണ് ഇസ്രയേലിൻ്റെ ചൂട്. ഈ ചൂടിൻ്റെ അകത്ത് തിളച്ച് ചോര ഒഴുകുമ്പോൾ വെറുതെ നിന്നാൽ പോലും നമ്മൾ പപ്പടമായി പോവും, മുരിഞ്ഞ പപ്പടമായി പോവും. ആ ഒരു അവസ്ഥയിൽ വന്ന് നിന്ന ആൾ എങ്ങനെയാണ് ക്രിസ്തുവിന് പോലും വെള്ളം കൊടുക്കാൻ പോയിട്ട് ആ മനുഷ്യന്മാർ കുടിപ്പിച്ചില്ല. അപ്പോൾ വെള്ളം കിട്ടാതെ ക്രിസ്തു മാത്രമല്ല അവിടെ നിന്നിരിക്കണത്, അമ്മ പോലും ഒരിറ്റ് വെള്ളം കിട്ടാതെ രാവിലെ 6 മണി തൊട്ട് 12 മണി വരെ നിന്ന ആൾ ക്രിസ്തുവിനെ അടക്കുമ്പോൾ 3 മണിയാകും. അപ്പം അത്രയും മണിക്കൂർ നിൽക്കുന്ന ആൾ എന്നിട്ടും വീണില്ലെന്നാണ് പറയണത്. ഉത്തരവാദിത്തമുള്ളവർ വീഴത്തില്ല, ഉത്തരവാദിത്ത ബോധമുള്ളവരും വീഴത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറയണത്. സകല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി. കാര്യം നമ്മളിപ്പോൾ ഞാനൊരു വൈദികനാണ്, ഞാൻ വൈദികൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിയാൽ എനിക്ക് വീഴ്ച വരത്തില്ല, തീർച്ചയായിട്ടും വീഴ്ച വരത്തില്ല. നിങ്ങളൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണ്, അത് നിങ്ങളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരത്തിൻ്റെ വാദിയാണ് ഉത്തരവാദി. വാദിയും പ്രതിയുമില്ലേ ഇല്ലേ? ഉത്തരവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, ഉത്തരം കടപ്പെട്ടിരിക്കുന്നത്, അതാണ് ഉത്തരവാദി എന്ന് പറയണത്. അതായത് ഉത്തരം ആർക്ക് നമ്മൾ ബോധിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയേണ്ട ആളായി മാറും. ഉത്തരം നമ്മൾ ആരോടാണ് പറയേണ്ടത്? ദൈവത്തോടാണ് ഉത്തരം പറയേണ്ടത്. ഉടമ്പടിക്ക് ഉത്തരം പറയേണ്ടത് ആരോടാണ്? ദൈവത്തോട്. അപ്പോൾ ഉത്തരവാദി ആരാ? നമ്മൾ. ഭാര്യയും ഭർത്താവിനെയും ഞങ്ങളെ കൊണ്ടുവന്ന് പള്ളിയിലെറിഞ്ഞ് പോസ്റ്റിന് താഴെ കല്യാണം കഴിക്കുന്നത് ഒളിച്ചോടണമല്ല, മറിച്ച് കൗതാശികമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അൾത്താറെ വിവാഹം കഴിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ദൈവത്തോട് ഉത്തരവാദികളാണ്. മറ്റത് പിന്നെ ഉത്തരവാദിയൊന്നുമില്ല. കാര്യം ഈ ഭൂമിയിൽ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാര്യം? എടാ ദൈവപേടിയുള്ള ദൈവ പൈതൽ നിത്യതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ നാമത്തിൽ വിവാഹം കഴിക്കണത്. അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ ലിവിങ് ടുഗദറാണ്, ഒരുമിച്ച് താമസമാണെന്നൊക്കെ പറയും. എന്നിട്ട് അവർ അബോർഷൻ ഗുളിയൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പല മനുഷ്യർ ഈ ഭൂമിയിൽ നിൽക്കും. അവർക്ക് നിത്യതയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. നമുക്ക് ഈ ബോധത്തിൻ്റെ കൂടുതലാണ് നമുക്ക്. എന്താ കാര്യം? ഞാൻ പരിശുദ്ധമ്മ ദേവമാതാവിനെ കണ്ട ആളാണ്. അപ്പം നിത്യത എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നിത്യതയായിട്ട് അടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം, അവൻ പറയണ പോലെ ജീവിക്കണം. അവൻ പറയണ പോലെ ജീവിക്കണമല്ല, നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കണമല്ല. നമുക്ക് തോന്നുന്ന പോലെ ഇപ്പോൾ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച്, രണ്ടാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ച്, മൂന്നാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് നമുക്കിങ്ങനെ എല്ലാ കുടിയിലും 5-6 മക്കളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒന്നും സഭയിലില്ല, നിയമമില്ല. കർത്താവ് എന്താ പറയുന്നത്? അവരിരുവരും ഏക ശരീരമായി തീരും. എന്താ അപ്പം ഏക ശരീരമായി തീരുമെന്ന് പറയുമ്പോൾ ആ ദൈവ തിരുസന്നിധിയിലുള്ള ഒരു കവനൻ്റ് ഉടമ്പടിയാണ് ഇവിടെ നടക്കുന്നത്. ആ ഉടമ്പടിയിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. ആ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്താ കാര്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കർത്താവിനോട്, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്തിക്കൊള്ളാവുന്ന. അപ്പോൾ ചില ഭർത്താക്കന്മാർ വന്നിട്ട്, ചില ഭാര്യമാർ വന്നിട്ടും പറഞ്ഞു, എൻ്റെ അച്ഛാ ഇയാളൊന്ന് കുമ്പസാരിപ്പിക്ക്. ഇയാൾ എന്നോട് പറഞ്ഞത് കല്യാണത്തിന് പോലും കുമ്പസാരിച്ചിട്ടില്ലെന്നുള്ളതാണ്. കല്യാണത്തിന് പോലും കുമ്പസാരിക്കാത്ത കടവാമ്പോത്തിൻ്റെ കൂടെയാണ് നീ ജീവിക്കണത്. എൻ്റെ മകളെ, നീ കുറച്ച് വേർക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു കടവാമ്പോത്തിനെ കണ്ട്. ഞാൻ എറണാകുളത്ത് നിൽക്കുകയായിരുന്നു, ഞാനും നമ്മുടെ ഡ്രൈവർ മനോജും കൂടി. ഇപ്പം ഞങ്ങൾക്കൊരു ബുക്ക് സ്റ്റോള്, ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട്, അത് മേടിക്കണം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴുണ്ട് ആ ബുക്ക് സ്റ്റോൾ അവിടെ ഇല്ല. എവിടെയാണെന്ന് അറിയാനും പാടില്ല. ഞങ്ങൾ ഊഹം വെച്ച സ്ഥലത്ത് ചെന്നപ്പോൾ, അവിടെ ചെന്നപ്പോൾ ഓട്ടോ റിക്ഷ സ്റ്റാൻഡിലാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഡ്രൈവർ ചോദിച്ചു, ഇന്ന ബുക്ക് സ്റ്റോൾ എവിടെയാണെന്ന് ചോദിച്ചു. ബുക്ക് സ്റ്റോളാ? അവിടെ നിന്നൊരു കണക്കിന് തടി കൂരിക്കൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് പറയണം, അയാളുടെ കഴുത്തെ ഉടമ്പടി കാശും കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെണ്ണുമ്പിള്ള പറ്റിച്ച പണിയാണെന്ന്. ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെല്ലാം പ്രയോഗവിധികളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. പിന്നെ എന്താണ്? പ്രഖ്യാപനമുണ്ട്. നമ്മൾ പത്രം കൊടുക്കത്തില്ലേ, അതെന്താണ്? പ്രഖ്യാപനമാണ്. നിങ്ങളിപ്പോൾ 18 പത്രമേ മേടിക്കുന്നുള്ളൂ.
അമേരിക്കക്കാർ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പം അടുത്ത ധ്യാനം ചിക്കാഗോയിൽ നടത്താൻ പോണ ധ്യാനത്തിന് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ എന്താണ് PDF അയച്ചതാണ്, ഞങ്ങളിവിടെ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്തോളാമെന്ന്. കഴിഞ്ഞ ധ്യാനത്തിന് അവരാണ്ട് 10,000 20,000 പത്രം മേടിച്ച് വിതരണം ചെയ്ത്, പത്രം അവിടെ തന്നെ അടിച്ച് വിതരണം ചെയ്ത്. അപ്പം അവിടെ നിന്ന് ആൾക്കാർ അവിടെ കൊടുക്കണത് ആൾക്കാർ എന്ത് ഭക്തിയോടാണ്. അവിടെ ഇംഗ്ലീഷ് പത്രമാണ് കൃപാസനത്തിൻ്റെത്. ഇപ്പം അടുത്ത ധ്യാനത്തിന് അവർ കൊടുക്കുന്നുണ്ട്. വേറെയും ഗ്രൂപ്പുകൾ പത്രം PDF ചോദിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ PDF പത്രം ചോദിച്ചാൽ ഞങ്ങൾ PDF അയച്ചു കൊടുക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശമാണത്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം അവർക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്ദേശം കൈമാറണം. എന്താ കാര്യം? സന്ദേശം ലളിതമായി കൈമാറണം. സന്ദേശം എന്താണ്? ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർക്ക് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപാസനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? കൃപാസനത്തിലെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും അതേ ഉത്തരവാദിത്തം ഉള്ളതാണ്. ഉടമ്പടി എടുത്ത അമ്മയെ കൃപാസനത്തിൽ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ജീവിതം നയിക്കുന്ന നിങ്ങളും അതിന് ബാധ്യസ്ഥരാണ്. എന്താണ്? ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. നിങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു, സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ടു, സമയഘടികാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ് അവിടെ കാണുന്ന 100 കണക്കിന് സാക്ഷ്യങ്ങൾ. സാക്ഷ്യമെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാണെങ്കിൽ അത് കൈമാറുന്ന നിങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സുവിശേഷ സാക്ഷികളാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് ഇന്ന് നൽകിയ വെളിപാടിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. പ്രയോഗത്തിന് മുമ്പ് ഈ പ്രയോഗം ഫലിക്കണം. ഈ ഉപ്പ് ഒരു പ്രയോഗമാണ്. ഉടമ്പടി കാശ്ചര്യവും ഒരു പ്രയോഗമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം. പത്രം കൊടുക്കണത് എന്താണ്? പ്രഖ്യാപനമാണത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. 3 എന്താണ്? പ്രയോഗമാണ്. ഈ പ്രയോഗത്തിലാണ് നമ്മൾ ഉടമ്പടി കാശ്ചര്യം ഉള്ളത്. പിന്നെന്തുണ്ട്? ഉപ്പുണ്ട്. പിന്നെന്തുണ്ട്? ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം പ്രയോഗത്തിലുള്ളതാണ്. ഇപ്പോൾ തന്നെ ആ ബ്ലാക്ക് മാസിൽ പെട്ടിരിക്കുന്ന സ്ത്രീയില്ലേ, ഇവരെ ഈ റോസിനെ പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? റോസി ഇല്ലാഞ്ഞ ഒരു സമയം കിട്ടിയപ്പോഴേ ആ പൊടിക്കുഞ്ഞ് മാലാഹക്കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കൈ അമർത്തിക്കൊണ്ട് അതിനെ കൊല്ലാൻ വേണ്ടി കൈ അമർത്തി പിടിച്ചത്. പെട്ടെന്നാണ് കൊച്ചിൻ്റെ ഞരക്കം കേട്ട് ഇവൾ ഓടി വന്നത്. ഓടി വന്നതോടുകൂടി കൊച്ച് മരിക്കണ കണ്ടീഷനായി. അപ്പോൾ ഇവൾ ഓടിക്കളഞ്ഞ് അവിടെ ഇത് ചെയ്തിരുന്ന ആളെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാണ്. നോക്കിയേ എന്ത് കുരിശാണെന്ന് നോക്കിയേ. ഉടനെ റോസി ഇതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അവരുടെ കൂടെ അറബികളല്ലേ, കുവൈറ്റികൾ, അവരുടെ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ പോയപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ ഈ മരണവിപ്രാളത്തിൽ കിടന്ന കൊച്ചല്ലേ, കൊച്ചിന് ഇവളെ തന്നെ ഇവർ നോട്ട വിട്ടു. മറ്റവളെ കണ്ടില്ലല്ല, ഇവളെ നോട്ട വിട്ടാ കുവൈറ്റികൾ. കാര്യം ഇവളാണല്ലോ കൊച്ചിനെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ ഇല്ലാഞ്ഞല്ലേ ഇവിടെ. അതോടുകൂടി കൊച്ചിന് നീർക്കെട്ടലായി, പതിരക്ക് നീര് വന്ന് ആശുപത്രി കിടന്ന്. അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ റോസിനെ അവർ ജയിലിലാക്കും. അപ്പോൾ റോസി എന്നാ ചെയ്യുന്നറിയാവോ? റോസി ഈ അറബിയും അവിടുത്തെ ഡോക്ടറും മാറിയപ്പോഴും ആശുപത്രി ചെന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് മരിക്കാൻ പോണ കൊച്ചിൻ്റെ നെഞ്ചിൽ കുരിശിട്ട്. അതാണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ. അതാണ് പിറ്റേ ദിവസം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത്. അതാണ് പ്രയോഗം. ഈ പ്രയോഗം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ പ്രയോഗം പെട്ടെന്ന് ഏറ്റത്? റോസിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ബ്ലാക്ക് മാസുകാരുടെ അകത്ത് കിടക്കുകയല്ലേ, ഇവളെ കൊല്ലാൻ വേണ്ടി അവർ നോക്കുകയാണ്, ചടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് ആകപ്പാടെ പിടിവള്ളി. ഇവൾ രാത്രി അവരുടെ ഈ ബ്ലാക്ക് മാസുകാരുടെ അപ്പുറത്ത് ഇവരുടെ ജോലി, അവരുടെ കുളിശിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ ഈ സാധനം ഒന്നും അവിടെ പരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് വരണത്. അതാണ് ഇവളെ ചാടിക്കാൻ വേണ്ടി പണിയെല്ലാം ചെയ്യണത്. അവസാനം ബാത്റൂമിൽ കുപ്പിച്ചല്ലേ, കിടക്കാൻ പറ്റണില്ല. അവിടെ നായ്ക്കെണ്ണ പൊടിയും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടും. അങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിക്കും. അങ്ങനെ അവസാനം അമ്മ അവളോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോവുകയാണ് നിനക്ക് നല്ലതെന്ന് പറയാൻ. നീ സ്വസ്ഥമായിട്ട് നിനക്ക് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ വന്ന് വെച്ച് ഇവിടെ തലയെടുത്ത് ഭിത്തിയിട്ടിടിക്കും. എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കേ. ഇതൊന്നും പറഞ്ഞാൽ കുവൈറ്റുകൾ അംഗീകരിക്കത്തില്ല. കാര്യം ആ വേലക്കാർ പണ്ട് മുതലേ അവിടെ ഉള്ളതാണ്.
അവർ നല്ലവരാണ്, നിൻ്റെ കള്ളത്തരവാണി പറയണമെന്നാണ് വീട്ടുകാർ വിചാരിക്കണത്. വീട്ടുകാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ കാരണം റോസി പറയും, അമ്മേ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, പക്ഷേ പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ലല്ല, പാസ്പോർട്ട് അവരുടെ കയ്യിലല്ലേ, വീട്ടുകാരുടെ കയ്യിലല്ലേ. അപ്പോൾ റോസി പറയും, എൻ്റെ ജീവനെ ഇവിടെ കിടന്നാൽ പോകും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് തരാൻ പറയും. അപ്പോൾ ഉടനെ കുവൈറ്റുകൾ പറയും, പാസ്പോർട്ടൊക്കെ തരാം, പക്ഷേ 2 ലക്ഷം രൂപ ഏജൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്നതിന്, ആ കാശ് നീ എൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ പാസ്പോർട്ട് തരാമെന്ന് പറയും. അപ്പോൾ റോസി പറയും, 20,000 രൂപ പോലും എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണതെന്ന് പറയും. ഉടനെ പറയും, ഇവർക്ക് ശല്യമായപ്പോൾ പറയും, ഇവളെ ജയിലിലാക്കാൻ നോക്കി, പറഞ്ഞ് നിൻ്റെ കെട്ടിക്കിടക്കൊക്കെ എടുക്കാൻ പറയും. അവരെന്നെ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഉടമ്പടി ഉപ്പിരിക്കണം. അപ്പോൾ അവർ പറയും, ഇത് എന്താണ് എന്താണ് ഒരു സാധനം ഉണ്ടല്ലോ, ബ്ലാക്ക് ഷുഗറാണ്, മയക്കുമരുന്നാണെന്ന് പറയും, ഇത് മയക്കുമരുന്നാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവളെയും വിളിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പുമായിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. അപ്പോൾ ഇവർക്ക് പേടിയാണ്. ഇവളിരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന, അമ്മ മാത്രം, എനിക്ക് ആരെയും പരിചയമില്ല രാജ്യത്ത്, അമ്മ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ഞാനിപ്പോൾ അകത്താകാൻ പോവുകയാണ്, കാര്യം ഇവർ പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്നെ. കാര്യം അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ അവരെ പൗരന്മാരല്ലേ അവിടുത്തെ പോലീസുകാർ, അപ്പം പരിചയക്കാർ അവർ തന്നെ, ഇവർ പറയണമെന്നും അംഗീകരിക്കാതെ ഇവർക്ക് ഭാഷയാത്രക്കാർക്ക് പറഞ്ഞ് പിടിപ്പിക്കാനും അറിയത്തില്ല. അങ്ങനെ ഇവളെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവളെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ മുമ്പിൽ നോക്കി ചിരിക്കണത്. അപ്പോൾ ഒരു പരിചയമില്ല, അവിടുത്തെ കുവൈറ്റി പോലീസുകാരനാണ്. അമ്മ ഈ സമയത്തിനുള്ളിൽ അയാളെ ചേഞ്ച് ചെയ്ത് കളഞ്ഞേ ആ പോലീസുകാരനാണ്. ഇവൾ പറയണത്, ഞാൻ ഏതാണ്ട് വർഷങ്ങളോട് കണ്ട പരിചയമാണ് ആ പോലീസുകാരൻ എന്നോട് കാണിക്കണത്. എന്നോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും, എന്നോടാണ് ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ എന്നെ പ്രതിയാക്കി അകത്ത് കളയാൻ വേണ്ടി കൊണ്ടുവന്ന അറബി പറയും, ഇവൾ കള്ളിയാണ്, ഇവൾ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് ഷുഗർ കൊണ്ടുവന്നിരിക്കുകയാണ്, മയക്കുമരുന്ന് വ്യാപാരിയാണെന്ന് പറയും. ഉടനെ ഇവൾ പറയും ഇതൊരു അപ്പോൾ ഉടനെ ഇവളോട് പറയും, നോ ഇതൊരു ഇങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, ഇതൊരു ബ്ലസ്സഡ് സാൾട്ടാണെന്ന് പറയും. ഉടനെ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് നാക്കിൽ വെക്കും. അത് പറയും, നോ ഇറ്റ് ഈസ് ജെനുവിൻ, ഇറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. അത് നമ്മുടെ യൂട്യൂബെല്ലാം കാണിക്കും. ഇത് പറയും നിങ്ങളുടെ ഭാഷ തർജ്ജമ ചെയ്തെടുക്കാൻ പറയും. അപ്പോൾ അയാളത് തർജ്ജമ ചെയ്തെടുക്കുമ്പോൾ പറയും ഇത് ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഈ പോലീസുകാരൻ, അറബി പോലീസുകാരൻ തന്നെ ഇവരോട് പറയും, കുവൈറ്റിയോട് പറയും, നീ ഒന്ന് കഴിച്ച് നോക്കിക്കെന്ന് പറയും. നിനക്ക് സംശയമുണ്ട്, ഞാൻ കഴിച്ചില്ല, അതുപോലെ നീ ഇത്തിരി ഉടമ്പടി ഉപ്പ് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ വാദി പ്രതികാരം കണ്ടില്ലേ, ഈ ഉപ്പ് ആ പോലീസുകാരൻ ആ വീട്ടുകാരനെ കൊണ്ട് തീറ്റിക്കും. വീട്ടുകാരൻ്റെ ഇവളെ മരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അറബിയുടെ നാക്കിൽ ഉടമ്പടി ഉപ്പ് വീഴി കഴിയുമ്പോൾ അറബി ഉടനെ ശാന്തനാകും. എന്ത് നല്ല രസമാണ് അമ്മയുടെ കാര്യമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ. അറബി അത്രയും നേരം ഇങ്ങനെ ഭർത്താവ് മുണ്ടിയെ പോലെ ഇവിടെ അകത്താക്കാൻ വേണ്ടി പോയ അറബി ആ പടം ഒരു സൗമ്യനുമാകും. അപ്പോൾ പോലീസുകാരൻ പറയും, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നിങ്ങളല്ല പ്രതി, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരാണ് ഇവളെ കൊല്ലാൻ പോണത് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവളെ കയറ്റിവിടാൻ പറയും. ഉടനെ കയറ്റിവിടാൻ പറയുമ്പോൾ ഇവളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, 25 രൂപ വേണം, 25,000 രൂപ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ ഈ അറബി ഭയങ്കര തുപ്പരുകുടിയനാണ്, പിശുക്കനാണ്, വിടത്തില്ല. അപ്പോൾ അയാളുടെ ലക്ഷണം മാറും. 5 പൈസ കൊടുക്കത്തില്ലേ ഇവളെ പറഞ്ഞ് ഒത്തിരി കാശ് ഞങ്ങൾ ഏജൻറ്റും കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിഞ്ഞിട്ടില്ല, ഇവിടെ കാലാവധി പൂർത്തിയാക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കാശ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ ലക്ഷണം മാറും, നിങ്ങളാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കണത് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പറയും, അമ്മ അവിടെ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥനയില്ലും, അമ്മേ നോക്കണേ അമ്മേ, എനിക്ക് കാശ് കിട്ടണേ, അല്ലെങ്കിൽ പോകാൻ മാർഗ്ഗമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാരൻ രൂക്ഷമായിട്ട് ഈ അറബിയോട് സംസാരിക്കും. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇപ്പം തന്നെ അവളെ കയറ്റി 1 മണിക്കൂറുണ്ട്, ഇപ്പം തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തേ, അല്ലെങ്കിൽ വിഷം മാറും, അല്ലെങ്കിൽ കേസ് മാറും, നിയമം മാറും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അറബി വീഴും. ഉടനെ തന്നെ ആ കിട്ടിയ സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവളെ ഇങ്ങോട്ട് പാക്ക് ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പോരും. എന്ത് രസകരമാണ് ഈ സാക്ഷ്യത്തിൻ്റെ പോക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഈ ഉടമ്പടിയുടെ ഉപ്പ്, കവനൻ്റ് ഓഫ് സാൾട്ട് ഓഫ് ദി കവനൻ്റ് എന്തുകൊണ്ടാണ് ഇത്രയും വിജയിക്കണത്? ഏത് പാരാത്രി ആണെങ്കിലും ഉടമ്പടി തന്നെയാണ് അവൾ ജീവിക്കണത്. അതാണ് വിഷയം. ഉടമ്പടി തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ ഉടമ്പടിയുടെ എല്ലാം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾക്ക് അത് തന്നെ നമുക്ക് അതിൻ്റെ പവർ റിലീസ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് വിശ്വസ്തത പാലിക്കണം. ഉടമ്പടിയിലെ തൈലത്തിനും അതുപോലെ ഞാൻ പണ്ട് പറയുമായിരുന്നു, എന്നിട്ട് ഒരു ചാനലുകാരൻ
നമുക്ക് നെഗറ്റീവായിട്ട് സാധനം ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഉടമ്പടി ഉപ്പിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, സത്യം പറഞ്ഞാൽ. ഉടമ്പടി കാശ്മീരത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു 12 മണിക്കൂർ സമയമുണ്ട്. ഈ 12 മണിക്കൂറിനുള്ളിൽ പുസ്തകം 75 പേജാണ് ഞാൻ എഴുതുന്നത്. തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എഴുതുകയാണ്. കർത്താവ് എനിക്കിങ്ങനെ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പിന്നീട് അപ്പോൾ എഴുതുന്ന സമയത്ത് ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് പഠിച്ചു നോക്കുമ്പോഴാണ് ഈ ഉടമ്പടി ഉപ്പെന്ന് പറയുന്ന ഉടമ്പടിയുടേതാണെന്നൊക്കെ പിന്നെയാണെന്നൊക്കെ അറിയണത്. ഉപ്പെന്ന് പറഞ്ഞ ഉടമ്പടിയുടേതാണെന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ റെഫറൻസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതേസമയം തന്നെ ഉടമ്പടി തേനെന്നാണ് ആദ്യം എഴുതിയത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ കൃപാസനത്തിൽ പ്രശ്നമുണ്ടായി. തേന് വിൽക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ തോന്നിവാസം പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ് തേന് വിൽക്കുന്ന ആൾക്കാർ തോന്നിവാസം പറയുന്നുണ്ട്, തേന് നിറക്കാൻ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പരിശുദ്ധമ്മയുടെ ഇടപെടലാണ്. ഞാനിവിടെ തേന് എൻ്റെ അടുത്ത് ഉടമ്പടിയുടെ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേന് ഉടമ്പടിയുടെ ഭാഗമല്ല. അത് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞത്, ഉടമ്പടി തൈലമുണ്ട്, ഒലിവ് ഓയിലാണ് ഉടമ്പടിയുടെ ഭാഗം. നോക്കിയേ, ദൈവം തിരുത്തുന്ന രീതി കണ്ടില്ലേ? ദൈവം ആരും വഴി നമുക്ക് തിരുത്താൻ പറ്റും നമ്മളാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തിരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഉടമ്പടി തേനിനെ മാറ്റി തൈലമാക്കിയത് പരിശുദ്ധമ്മ നേരിട്ടാണ് ആക്കിയിരിക്കണത്. അതുകൊണ്ടാണ് ആ അറബിയുടെ ആ കുഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നെഞ്ചത്ത് ഉടമ്പടി തൈലം പൂശുമ്പോൾ അത് ജീവനിലോട്ട് വന്നിട്ട് ഇവളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു വരണത് അങ്ങനെയാണ്. അതായത് പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിനെല്ലാം പ്രയോഗം എന്നാണ് പറയണത്. പ്രയോഗിക്കുന്നവർ ചെയ്യേണ്ടത്, നിങ്ങൾ ആ പ്രയോഗിക്കുന്ന നിങ്ങളെ ഉടമ്പടി വിശ്വസ്തത പാലിച്ച് ഉടമ്പടിയുടെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കി കൃത്യമായിട്ട് ചെയ്ത് ദൈവത്തോട് വിശ്വസ്ത പാലിച്ചാൽ ആർക്ക് ഏത് ബ്ലാക്ക് മാസുകാരനല്ല, കൂടോത്രക്കാരനല്ല, തോന്നിവാസി ആയാലും ശരി, നിങ്ങൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ഏത് മുറുക്കുപാമ്പിൻ്റെ ഉള്ളിലാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. എന്താ കാര്യം? ക്രിസ്തു സകലതും അവൻ ദൈവം സമസ്തവും ഈ ലോകത്തുള്ള പിശാചിന് ഉൾപ്പെടെ അവൻ്റെ പാദത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രസവിച്ച മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിൻ്റെ തല തകർക്കും. പിശാചിനോട് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിൻ്റെ തല തകർക്കും. അപ്പം ക്രിസ്തുവിനെ എല്ലാ പൈശാചിക തലകളെ തകർക്കുന്ന ക്രിസ്തുവിനെ പ്രസവിച്ച ആള് ആ പവറിലാണ് അവളുടെ മധ്യസ്ഥത്തിലും ഈശ്വരൻ്റെ നാമത്തിലുമാണ് ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് നേർച്ച വസ്തുക്കൾ വെഞ്ചരിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധിയോടെ ഉപയോഗിക്കാനും പ്രാർത്ഥനയിൽ ഇത് ആവശ്യമില്ലാതെ ആർക്കും അയച്ചു കൊടുക്കുകയോ കൈമാറുകയോ ഒന്നും ചെയ്യരുത്. ഉടമ്പടി ആര് ചെയ്യുന്നു, ഉടമ്പടി ആരാണ് നിർവഹിക്കുന്നത് അയാൾക്ക് പോയി ചെയ്യാം, അല്ലാതെ നിങ്ങൾ കൊടുക്കരുത്. മക്കൾക്കൊക്കെ ചിലരൊക്കെ ചില വിഡ്ഢി അമ്മമാരുണ്ട്. ഞാൻ പറയാം അതൊക്കെ കൂതറ പാർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അവർ ഉടമ്പടി ചെയ്ത് വെച്ച് കാശ് രൂപ മക്കൾക്ക് കൊടുക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലത്. അത് നിങ്ങളും ദൈവം ഉടമ്പടി ചെയ്ത നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ആ മക്കളാണെങ്കിൽ അത് കൊണ്ടുകൊണ്ട് ഉടമ്പടിയിലല്ലേ ജീവിക്കണത്. അവർ തോന്നിയവാസത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തത് തിരിച്ചു കടിക്കും. നിങ്ങളെ വിശുദ്ധിയില്ലാത്ത മക്കൾക്കും തോന്നിയവാസിയായിട്ടുള്ള മക്കൾക്കുമാണ് നിങ്ങൾ ഉടമ്പടി കാശുരൂപം കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ കാനഡയിലേക്ക് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നിലയം പിടിച്ചുകൊണ്ട് കാശുരൂപം കൊടുക്കണില്ലേ? അവിടെ പോയിട്ട് എന്തെങ്ങനെ ജീവിക്കണമെങ്കിൽ അറിയാവോ? അറിയത്തില്ല. അവർ ദൈവത്തെ മറന്ന് പ്രാർത്ഥനയുമില്ല, കുർബാനയുമില്ല, കുമ്പസാരമില്ല ജീവിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങളെ വിശുദ്ധ വസ്തു കൈമാറിയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വസ്തുക്കൾ പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന്. കാര്യം അത് നിങ്ങളെ വിശുദ്ധ വസ്തുക്കളാണത്. അത് വിശുദ്ധന്മാരോടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ടതാണ്. ഉടമ്പടിയുടെ വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട്, വിശുദ്ധി കീപ്പ് ചെയ്യണത് നിസ്സാരമായ കാര്യമാണ്, അല്ല ആനക്കാര്യമല്ല. നിങ്ങളുടെ പിശാസാണ് പറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കാൻ പാടാണെന്ന്. ദൈവം പറഞ്ഞിട്ടില്ല. ഈസിയാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി. അത് ഒരു ജന്മം മുഴുവൻ സെലിബ്രേറ്റായിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഇവിടെ കർത്താവിന് വേണ്ടി. നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. പക്ഷേ അതേസമയത്ത് തന്നെ ഉള്ളിടത്തോളം കാലം വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു വെല്ലുവിളിയാണ് ഈ പൗരോഹിത്യമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ സമർപ്പിതരും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈദികരാക്കാനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സന്യസ്തരാക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളും. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഏത് സ്പേസിൽ പോയാലും ഒരു കാലത്ത് ഭൂമിയിലോട്ട് ഇറങ്ങി വരേണ്ടി വരും. ഓർത്തേക്കണം. നിങ്ങൾ എത്ര വലുതായാലും നിലത്ത് ഉയർന്നാലും അവസാനം എല്ലാ പക്ഷികളും നിലത്തിറങ്ങാത്ത എത്ര ഉയർത്തി പഠിക്കണ കഴുകനാണെങ്കിൽ പോലും
ഒരു സമയത്ത് നിലത്തിറങ്ങേണ്ടി വരും. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ നേടിയാലും ഒരു നിമിഷം നമ്മൾ നിലത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ നിലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തില്ലേ, 6-7 മണിലേക്ക് മറഞ്ഞു പോകുന്ന സമയത്തില്ലേ, അന്ന് നീ നേടിയത് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഔന്നത്യം പ്രാപിക്കാൻ വേണ്ടി നേടിയ മനുഷ്യർക്കൊക്കെ അവസാനം അവരുടെ വിൽപ്പത്തത്തിലും അവരുടെ അധികാരപത്രത്തിലും കണ്ണുനീര് മാത്രമായിരിക്കും അവകാശമെന്ന് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. കൈയടിക്കട്ടെ ശ്രുതികളെ. നിൽക്കുക. അത് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അഭിഷേകത്തോട് സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. അടിപ്പട പോലെ വൈദാഖാമ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ അയച്ചിറങ്ങിക്കൊണ്ട് എല്ലാ കോശങ്ങളെയും പേശികളെയും അസ്ഥിക്കുഴകളെയും അസ്ഥിസന്ധികളെയും കർത്താവിന്റെ കൃപയെ നിറക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അത് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം വളരട്ടെ. കർത്താവ് അസ്ഥികളുടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും കർത്താവിന്റെ രക്തം വളരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പിലെപ്സി രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, കരരോഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് മുതുക പൊന്തിയ അവസ്ഥകൾ, കിഡ്നി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, ചിരങ്ക് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, വിവാഹമൊത്തു വരാത്തവര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സ്വർഗം തുറക്കണമേ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ മക്കളുടെ കൊടുക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിതദുരിതങ്ങള്, വസ്തുവില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, രേഖകള്, സർട്ടിഫിക്കറ്റുകള്, കുടുങ്ങിപ്പോയവര്, വിദ്യാഭ്യാസ മേഖലകളില്, ജോലി മേഖലകളില്, യാത്രാ മേഖലകളില്, എല്ലാ തരത്തിലുള്ള ജീവിത വിളികളുടെ മേഖലകളിലുള്ള നിലവിലുള്ള തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി സദയം തുടരേ സുഖമായി. മുട്ടേദിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടേദിന്ന് കൈകൾ കുപ്പി കണ്ണടച്ചുകൊണ്ട്